മുൻ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ പിതാവ്, അതായത് തോമസ് ലിങ്കൻ, ഒരു മരപ്പണിക്കാരനും ചെരുപ്പ് കുത്തിയും ഒക്കെ ആയിരുന്നു. കർഷകൻ കൂടിയായിരുന്നു അദ്ദേഹം ചെരുപ്പ് കുത്തിയായിട്ടൊക്കെ ഒരുപാട് കാലം ജോലിയെടുത്തിട്ടുണ്ട്. ഒരിക്കൽ എബ്രഹാം ലിങ്കൻ സെനറ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പന്നനായ ഒരു രാഷ്ട്രീയ എതിരാളി എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ ലിങ്കൺ, താങ്കൾ ഇവിടെ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നു, എന്നാൽ താങ്കളുടെ അച്ഛൻ എൻ്റെ കുടുംബത്തിന് ഷൂ ഉണ്ടാക്കി നൽകിയിട്ടുണ്ട്. അത് ചില ആൾക്കാരുടെ സ്വഭാവമാണ്. ഒരാൾ നല്ല നിലയിലെത്തിയാൽ അയാളുടെ വേരുകൾ തേടി അയാളെ ആക്ഷേപിക്കാൻ കഴിയുമെന്ന് നോക്കും. ഇതേ കാര്യമായിരുന്നു ഈ രാഷ്ട്രീയ എതിരാളി ചെയ്ത്. ഈ പരിഹാസം കൊണ്ട് സദസ്സൊന്ന് നിശബ്ദമായി. എബ്രഹാം ലിങ്കൻ എങ്ങനെ പ്രതികരിക്കും എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. വല്ലാത്ത നിശബ്ദത അവിടെ പരന്നു. ലിങ്കൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം ശാന്തനായിട്ട് മറുപടി പറഞ്ഞു, എൻ്റെ സുഹൃത്തെ, എൻ്റെ പിതാവ് ഉണ്ടാക്കിയ ഷൂ കേടായി എന്ന് ഇതുവരെ ആരും പരാതി പറഞ്ഞിട്ടില്ല. അങ്ങയുടെ ഷൂ ഏതെങ്കിലും കാരണവശാൽ തകരാറായിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഷൂ നന്നാക്കി തരാൻ കഴിയും. കാരണം എനിക്ക് ഷൂ നന്നാക്കുന്ന പണി നന്നായിട്ട് അറിയാം. എൻ്റെ അച്ഛൻ നിന്ന് പഠിച്ചതാണ്. അത് ഗംഭീരമായിട്ട് ഇപ്പോഴും ചെയ്യാൻ അറിയാം. ലിങ്കൻ്റെ ഈ മറുപടി കേട്ട് സദസ്സ് നിർത്താതെ കൈയടിച്ചു. പരിഹസിച്ച വ്യക്തി അറിയാതെ തലകുനിച്ചു പോയി. തൊഴിലെടുത്ത് കുടുംബം പോറ്റിയ തൻ്റെ പിതാവിൽ എബ്രഹാം ലിങ്കന് എപ്പോഴും അഭിമാനമായിരുന്നു. അച്ഛൻ ഈ ജോലി ചെയ്തിരുന്നു എന്നൊക്കെ പറയാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ചില ആളുകൾ ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ഇതേ ജോലി പണ്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. എന്നാൽ എബ്രഹാം ലിങ്കനെ പോലെ കുലീനത്തുള്ള ആളുകൾ അങ്ങനെയല്ല. അവർ വേരുകൾ ഒരിക്കലും മറക്കില്ല. വേരുകളെക്കുറിച്ച് ഓർമ്മയുള്ള ആളുകൾ എപ്പോഴും ശക്തരായിരിക്കുകയും ചെയ്യും. അവരുടെ വേരുകളിൽ അഭിമാനം കൊള്ളും. മറ്റുള്ളവരുടെ അതിനെക്കുറിച്ച് സംസാരിക്കും. ഒരുപക്ഷെ അവരുടെ വേരുകളുടെ ആഴങ്ങളിൽ നിന്നായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങൾ പഠിച്ചിട്ടുള്ളതും. ഒരാളുടെ സാമൂഹിക പശ്ചാത്തലത്തെ ഒരിക്കലും അയാളുടെ കഴിവിനെയും മൂല്യങ്ങളെയും അളക്കുന്നതിനുള്ള ഉപാധിയാക്കി മാറ്റാൻ പാടില്ല. ചിലപ്പോൾ അയാൾ ചുമടെടുത്ത് നടന്നവനായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ക്രിസോസ്റ്റം തിരുമേനി കൊൽക്കത്തയിൽ പോയി പണ്ട് ചുമടെടുത്തിട്ടുണ്ട്. തിരുമേനി എപ്പോഴും പറയുമായിരുന്നു, ഈ തൊഴിലാളികൾ ചുമടെടുക്കുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നേരിട്ട് മനസ്സിലാക്കണമെങ്കിൽ ദൂരെ നിന്ന് ലേഖനവും കഥ എഴുതിയാൽ പോരാ. അതൊന്ന് നേരിട്ട് അനുഭവിക്കാൻ വേണ്ടി കൊൽക്കത്തയിൽ പോയപ്പോൾ അദ്ദേഹം കുറച്ച് ദിവസം ചുമട്ട് തൊഴിലാളിയെ അവരോടൊപ്പം ചേർന്നു. വലിയ കിൻഡൽ ചാക്കൊക്കെ അദ്ദേഹം തലയിൽ ചുമന്ന് സ്ഥലങ്ങളിൽ എത്തിച്ച പരിചയമുണ്ട്. അതുപോലെയാണ് പല ആളുകളും പല ജോലികൾ ചെയ്തായിരിക്കും വരിക. എനിക്ക് ആദ്യകാലത്തൊക്കെ, ഈ പഠിക്കുന്ന കാലത്തൊക്കെ തന്നെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ചില അപകർഷതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ ഈ ജോലി ചെയ്യുന്നല്ലോ എന്നൊക്കെയുള്ള അപകർഷത. ഞാൻ ഈ ഡിഗ്രി ക്ലാസ്സിലൊക്കെ ആയപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരൊക്കെ വീട്ടിലൊക്കെ വീക്കെൻഡുകളിലൊക്കെ വരുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് അമ്മ അവരോട് വിവരക്കേടൊക്കെ സംസാരിച്ച് കളയോ എന്നുള്ള ഭയമൊക്കെ ആദ്യകാലത്തുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം വർഷം ബി ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. പല വിദ്യാഭ്യാസം ഉള്ളവരെക്കാളും വളരെ ഉയരെയാണ് എൻ്റെ അമ്മയുടെ സ്ഥാനം. അമ്മ പറയുന്നത് ലോക സത്യങ്ങളാണ് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ അപകർഷതയുടെ ആ പാളി അങ്ങ് നീങ്ങി. പിന്നീട് ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരോട് പറയും, എൻ്റെ അമ്മ ഇങ്ങനെ വിദ്യാഭ്യാസം കുറവുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ പറയും, കേട്ട് പഠിച്ചോളാൻ പറയും. അപ്പോൾ എന്തായാലും നമ്മുടെ വേരുകളെക്കുറിച്ച് പറയാനും വേരുകളിൽ അഭിമാനം കൊള്ളാനും നമ്മൾ മടിക്കരുത് എന്നുള്ള ഒരു നല്ല സൂത്രവാക്യത്തോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.